Hi all, good morning and welcome back to Psyquesta. Well, as you know, ഞാൻ ഇന്ന് അനോവയാണ് എടുക്കാൻ പോകുന്നത്. ഏത് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താലും അനോവ 10 മാർക്കിന് വന്നിട്ടുണ്ട്. സോ 50 മാർക്കിന് ഒരു 10 മാർക്ക് ഞാൻ നിങ്ങൾക്ക് ഷുവർ ആക്കി തരാൻ വേണ്ടി പോവുകയാണ്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പഠിപ്പിച്ചു തരാം. അത് കണക്ക് ചെയ്താൽ മതി, വേറെ ഒരു കുഴപ്പവും വരുന്നില്ല. പിന്നെ ഞാൻ ഇപ്പൊ എല്ലാവരും പറയുന്നത് എത്ര എഴുതിയിട്ടും 9, 8 തരുന്നുള്ളൂ, ഫുൾ കറക്റ്റ് ആണെങ്കിലും തരുന്നുള്ളൂ. ഞാൻ മനസ്സിലാക്കിയ കാരണം 10 മാർക്കിന് അനോവ സമ്മ് ചെയ്യാനാണ് പറയുന്നെങ്കിലും നിങ്ങൾ അനോവ എന്താണ് എന്ന് 2 or 3 പോയിന്റ്സ് തിയറിയും കൂടെ അതിൽ എഴുതി വെക്കുകയാണെങ്കിൽ 10 മാർക്ക് ഷുവർ ആയിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ നമ്മൾ ഇന്ന് എടുക്കാൻ വേണ്ടി പോകുന്നത് വൺ വേ അനോവയാണ്. 6th ചാപ്റ്ററിൽ വരുന്ന വൺ വേ അനോവ. ശരിക്കും സമ്മ ചോദിക്കുമ്പോൾ നമ്മൾ തിയറി എഴുതേണ്ട ആവശ്യം അവിടെ വരുന്നില്ല. സൈക്വസ്റ്റയുടെ നോട്ടാട്ടോ. നമ്മൾ സൈക്വസ്റ്റയിൽ നിങ്ങളുടെ ടെക്സ്റ്റ് തന്നെ നമ്മൾ എന്താക്കിയിട്ടുണ്ട്, കുറച്ചൊരു ഈസി ആയിട്ട് കുറച്ച് എന്താ പറയാ വേണ്ട പോയിന്റ്സ് മാത്രം ഉൾക്കൊണ്ടുകൊണ്ട് നോട്ടാക്കി മാറ്റിയിട്ടുണ്ട്. ഒരു മിനിറ്റ്. ചാപ്റ്റർ 8 അല്ലേ വൺ വേ അനോവ? വൺ വേ അനോവ ഏതാ ചാപ്റ്റർ എന്ന് ഓർമ്മയുണ്ടോ? മാം തേർഡ് ബ്ലോക്കിലെ ഫസ്റ്റ് യൂണിറ്റ് 3. യൂണിറ്റ് 3. താങ്ക് യു അമ്മാനി. എന്താണ് വൺ വേ അനോവ എന്ന് ചോദിക്കുകയാണെങ്കിൽ 3 അതിലധികമോ ഗ്രൂപ്പ് വരികയാണ്. അതായത് 3+ ഗ്രൂപ്പ്സ് വരികയാണ്. അവരുടെ മീൻസ് തമ്മിൽ കമ്പയർ ചെയ്യാനുള്ളതാണ് അനാലിസിസ് ഓഫ് വേരിയൻസ് അല്ലെങ്കിൽ അനോവ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? സിമ്പിൾ ആയിട്ട് നമുക്ക് അങ്ങനെ പറയാം. നോക്കിയേ, analysis of variance is an important method of testing the variation observed in experimental situation into different part, each part assignable to known source force of factor. അതായത് അനാലിസിസ് ഓഫ് വേരിയൻസ് എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് മെത്തേഡാണ്. 2 ഗ്രൂപ്പ് എക്സ്പെരിമെന്റൽ സിറ്റുവേഷനിൽ വരുമ്പോൾ ഓരോ പാർട്ടിലും വരുന്ന സോഴ്സ് എന്താണ്, ഇറർ എന്താണ്, അല്ലെങ്കിൽ കോഴ്സ് ഓഫ് ഫാക്ടർ എന്തൊക്കെയാണ് കണ്ടെത്താൻ. അതായത് 3 ക്ലാസ്സസ് ഉണ്ട്, 10A, 10B, 10C എന്നുള്ളത് വെറുതെ വിചാരിക്കാം. ആ 3 ക്ലാസ്സിലും ഒരേ രീതിയിൽ ക്ലാസ് കൊടുക്കുകയാണ്, ഐ മീൻ മാത്സ് പഠിപ്പിക്കുകയാണ്. എന്നിട്ട് അവർ തമ്മിലുള്ള മാർക്ക് എങ്ങനെ വ്യത്യാസം വന്നു, എന്തുകൊണ്ട് ഒരു ക്ലാസ്സിന് നല്ല മാർക്ക് ഉണ്ട്, ഒരു ക്ലാസ്സിന് മാർക്ക് കുറവാണ് എന്നൊക്കെ ചെക്ക് ചെയ്യാൻ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? അനാലിസിസ് ഓഫ് വേരിയൻസ് യൂസ് ചെയ്യാം. In its simplest form, the analysis of variance is used to test the significance of the difference between the means of number of different population. കണ്ടോ? ഒരു സെക്കൻഡ്. ഹലോ, വലൈക്കും അസ്സലാം. ആ മാമ. ഓക്കെ, അർജന്റ് കോളിട്ട് കുറെ നേരമായിട്ട് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇൻ ദ സിംപ്ലസ്റ്റ് ഫോം ദ അനോവ ഇസ് യൂസ് ടു ടെസ്റ്റ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ മീൻസ് ഓഫ് നമ്പർ ഓഫ് ഡിഫറെന്റ് പോപ്പുലേഷൻ. കേട്ടോ, ഡിഫറെന്റ് പോപ്പുലേഷൻ ആയിട്ടുള്ള 10A, 10B, 10C എന്നിവരുടെ മീനിലെ ഡിഫറൻസ് നോക്കും. അതായത് 10Aക്കും 10Bക്കും 10Cക്കും ഒരേ ക്ലാസ്സാ കൊടുത്തത്, പക്ഷെ 3ന്റെയും മീൻ തമ്മിൽ വ്യത്യാസം ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ നോക്കാൻ. The problem of testing the significance of difference between the number of means result from the experiment designs to study the variation in a dependent variable within the variation of independent variable. നിങ്ങൾ റിസർച്ചിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും എന്നറിയാം, ഇൻഡിപെൻഡന്റ് വേരിയബിളും ഡിപെൻഡന്റ് വേരിയബിളും. അതായത് ഒരേ ക്ലാസ് അതായത് കുട്ടികളുടെ പഠന നിലവാരം, അതാണ് എന്ത് ഡിപെൻഡന്റ് വേരിയബിൾ എന്ന് വിചാരിക്കാം. അവിടെ ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്താണ്? സ്പെഷ്യൽ ക്ലാസ് കൊടുക്കുക. സ്പെഷ്യൽ ക്ലാസ് നമ്മൾ കൊടുക്കുകയാണ്. എന്നിട്ട് അതിൽ വ്യത്യാസം കണ്ടെത്താൻ വേണ്ടിയിട്ട് ഒന്നുമില്ല, 3 അതിലധികമോ ഗ്രൂപ്പുകൾ ഒരേ എക്സ്പെരിമെന്റൽ കണ്ടീഷനിൽ വന്നിട്ട് അവരുടെ മീൻസ്
ഡിഫറൻസ് നോക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് ആണ് എന്ത്, നമ്മുടെ സ്വന്തം അനോവ. Thus, the analysis of variance, as the name indicates, deals with the variance rather than the standard deviation and standard error. Yes, sample group ഉണ്ട്. അതായത് നമ്മൾ സാമ്പിൾ ഗ്രൂപ്പ് എടുക്കാണ്. ഇപ്പൊ 10A, 10B, 10C ഇതൊക്കെ മൊത്തം കുട്ടികൾ എടുക്കാന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ വേണ്ട, കേരളത്തിലെ അഡോളസൻസിൽ നമ്മൾ സ്റ്റഡി എടുക്കാണ്. കേരളത്തിലെ അഡോളസൻസിൽ നമ്മളൊരു സ്റ്റഡി നടത്താണെന്ന് വിചാരിക്കുക. അതില് ആൺകുട്ടികള്, പെൺകുട്ടികള്, അതേഴ്സ് കണ്ടോ. അപ്പൊ ഓരോ ജില്ലയിൽ നിന്ന് നമ്മൾ കുട്ടികളെ എടുക്കാണ്. ഇവര് തമ്മിലുള്ള മീനില് വേരിയേഷൻ ഉണ്ടോ, സ്റ്റാൻഡേർഡ് ഇറർ അല്ല നോക്കുന്നത്, വേരിയേഷൻ ഉണ്ടോ. അതായത് ഇവരുടെ മീൻസ് തമ്മിൽ വേരിയേഷൻ ഉണ്ടോ എന്നാണ്. It is a method of dividing the variation observed in experimental data into different parts, each part assignable to known source, force or factor. Therefore, ഈ മെത്തേഡില് നമ്മൾ ഓരോന്നിലും വേരിയേഷൻസ് നോക്കാണ്. എന്തിനു വേണ്ടിയിട്ട്, എന്ത് കാരണം കൊണ്ട്, എന്ത് ഫാക്ടർ കൊണ്ട്. അതുകൊണ്ട് തന്നെ അനാലിസിസ് വേരിയൻസിൽ നമ്മൾ നോക്കുന്നത് എഫ് റേഷ്യോ ആണ്. അതായത് വേരിയൻസ് ബിറ്റ്വീൻ ദ ഗ്രൂപ്പ് ഡിവൈഡഡ് ബൈ വേരിയൻസ് വിത്തിൻ ദ ഗ്രൂപ്പ് ആണ് എഫ് റേഷ്യോ. അതായത് നമുക്ക് അനോവയിൽ കണ്ടെത്തേണ്ടത് വേരിയൻസ് ബിറ്റ്വീൻ ദ ഗ്രൂപ്പ് ഡിവൈഡഡ് ബൈ വേരിയൻസ് വിത്തിൻ ദ ഗ്രൂപ്പ് ആണ്. അതായത് വിവിധ ഗ്രൂപ്പുകൾ എടുത്തിട്ട് അവരുടെ മീനുകൾ തമ്മിൽ എങ്ങനെ വേരിയേറ്റഡ് ആയിരിക്കുന്നു. അതായത് 10A കുട്ടികളുണ്ട്, 10B കുട്ടികളുണ്ട്, 10C കുട്ടികളുണ്ട്. പക്ഷെ ഇവര് 3 പേരുടെ മാത്സിന് നമ്മൾ കോച്ചിങ് കൊടുത്തു. എന്നിട്ട് മാത്സിന്റെ മാർക്കിന്റെ മീൻ എടുത്തിട്ട് ഈ മീനുകൾ തമ്മിൽ എത്രത്തോളം വേരിയൻസ് ഉണ്ട് എന്നാണ് നോക്കുന്നത്. അതായത് സ്റ്റാൻഡേർഡ് ഇറർ അല്ല നോക്കുന്നത്, അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അല്ല നോക്കുന്നത്, വേരിയൻസ് ആണ് നോക്കുന്നത്. അതാണ് അനാലിസിസ് ഓഫ് വേരിയൻസ്. ഇവിടെ മെയിൻ ആയിട്ടുള്ള കാര്യം 3+ ഗ്രൂപ്പ് വേണം. 3ഓ അതിലധികമോ ഗ്രൂപ്പ് ഉണ്ടാവുമ്പോഴാണ് നമ്മൾക്ക് അനോവ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെയാണ് മാഡം. ഇനി നമ്മള് നിങ്ങളെ ടെക്സ്റ്റിൽ തന്നെയുള്ള എക്സാമ്പിൾ വെച്ചിട്ടാട്ടോ ഞാൻ പഠിപ്പിക്കുന്നത്. 1 ബൈ അനോവ. ഓക്കെ, ഇത് നോക്കിക്കേ. ഇവിടെ നിങ്ങൾ ടെക്സ്റ്റിൽ തന്നെയുള്ള ഒരു ക്വസ്റ്റ്യൻ വെച്ചിട്ടാട്ടോ ഞാൻ പറയുന്നത്. ഇൻ എ സ്റ്റഡി ഓഫ് ഇന്റലിജൻസ്, a group of 5 students of class 10 study each arts, commerce and science. +1 ആണ്. SD സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. ഇത് നമ്മൾ പറയുന്നത് അനോവയാണ്, വേരിയൻസ് ആണ് നോക്കുന്നത്. അതായത് 9ാം ക്ലാസ്സിലെ കുട്ടികളുടെ ഇന്റലിജൻസ് നോക്കി കുറച്ച് കുട്ടികൾ ആർട്സ് ആണ് പഠിക്കുന്നത്, കൊമേഴ്സ് ആണ് പഠിക്കുന്നത്, സയൻസ് ആണ് പഠിക്കുന്നത്. ഓരോന്നിലും ആർട്സിൽ 5 കുട്ടികൾ, കൊമേഴ്സിൽ 5 കുട്ടികൾ, സയൻസിൽ 5 കുട്ടികളാണ് എടുത്തത്. Were selected by using random method of sample selection. An intelligent test was administered to them and the scores obtained are as under. അതായത് ആർട്സിൽ 5 കുട്ടികൾ എടുത്തു, കൊമേഴ്സിൽ 5 കുട്ടികൾ എടുത്തു. അത് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഡീവിയേഷൻ ആണ്. അതായത് റബീസ് ഒരു ഡൗട്ട് ചോദിച്ചിരിക്കുകയാണ്, ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. SD എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. മീനിൽ നിന്ന് നമ്മുടെ സ്കോർ ഇപ്പൊ 37 മീൻ കിട്ടിയിരിക്കുന്നത്, നമ്മുടെ സ്കോർ ഒരു 22 ആണെന്ന് വിചാരിക്കാം. ആ മീനിന് എത്ര ഡീവിയേറ്റഡ് ആണ് നമ്മുടെ സ്കോർ എന്ന് നോക്കുന്നതാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അതായത് മീനിൽ നിന്ന് എത്രത്തോളം ഡീവിയേറ്റഡ് ആണ് നമ്മുടെ സ്കോർ എന്ന് നോക്കുന്നതാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഇത് അതല്ല, ഓരോ ഗ്രൂപ്പിന്റെ മീൻ സ്കോർ തമ്മിലുള്ള വേരിയൻസ് ആണ് അനോവയില് നോക്കുന്നത്. ഓക്കെ ആണോ? ഓക്കെയാണ് മാഡം. വെരി ഗുഡ്. അപ്പൊ ഇവിടെ നോക്കിയേ, ഇവിടത്തെ ക്വസ്റ്റ്യൻ എന്താണ്? 9ാം ക്ലാസ്സിൽ ആർട്സും കൊമേഴ്സും സയൻസും പഠിക്കുന്ന കുട്ടികളിൽ നിന്ന് 5 പേരെ, 5 ആർട്സ് പഠിക്കുന്ന, 5 കൊമേഴ്സ് പഠിക്കുന്ന, 5 സയൻസ് പഠിക്കുന്നവരെ റാൻഡം ആയിട്ട് സെലക്ട് ചെയ്തു. ഡിറ്റർമൈൻ വെദർ ദ 3 ഗ്രൂപ്പ്സ് ഡിഫർ ഇൻ ദിയർ ലെവൽ ഓഫ് ഇന്റലിജൻസ്. ഈ 3 ഗ്രൂപ്പിലും ഇന്റലിജൻസിന്റെ ലെവലിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്നാണ് നമ്മൾ നോക്കുന്നത്. നോക്കിയേ, ആർട്സിൽ 5 കുട്ടികൾക്ക് സ്കോർ 15, 14, 11, 12, 10. കൊമേഴ്സിലോ 12, 14, 10, 13, 11. സയൻസിലോ 12, 15, 14, 10, 10. ഇങ്ങനെയാണ് സ്കോർ കിട്ടിയത്. ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ ആണ്. 3 ഗ്രൂപ്പ് കുട്ടികളുണ്ട്, 3 ഗ്രൂപ്പിലും 5 പേര് എടുത്തിട്ടുണ്ട്. അപ്പൊ അവരുടെ 3 ഗ്രൂപ്പിന്റെയും ഇന്റലിജൻസ് സ്കോറിൽ അല്ലെങ്കിൽ ലെവൽ ഓഫ് ഇന്റലിജൻസിൽ എന്തെങ്കിലും വേരിയൻസ് ഉണ്ടോ എന്നാണ് നോക്കുന്നത്. അപ്പൊ സൊല്യൂഷൻ പറയാൻ വേണ്ടി പോവാണ്. ആദ്യം നമ്മൾ എഴുതേണ്ടത് K എന്താണെന്നാണ്.
കെ എന്ന് പറയുന്നത് എത്ര ഗ്രൂപ്പ് ഉണ്ട് എന്നാണ് കെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എത്ര ഗ്രൂപ്പ് ഉണ്ട്? ദാറ്റ് ഇസ് 3 ഗ്രൂപ്പ് ആണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് കെ എന്താണ്? 3 ആണ്. എൻ എന്ന് പറഞ്ഞാല് ഓരോ ഗ്രൂപ്പിലും എത്ര ആളുകളുണ്ട്. ഇപ്പൊ നോക്കിയേ, ആർട്സിൽ 5 പേരാണ്, കൊമേഴ്സിൽ 5 പേരാണ്, സയൻസിൽ 5 പേരാണ്. അപ്പൊ എൻ എന്ന് പറയുന്നത് 5 ആണ്. അത് വേണമെങ്കിൽ ആർട്സിന് നമുക്ക് N1, N2 കൊമേഴ്സ്, N3 സയൻസ് എന്നും പറയാം. സ്മോൾ ലെറ്റർ എങ്ങനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നു, ഓരോ ഗ്രൂപ്പിലും എത്ര പേരുണ്ടെന്നാണ്. ഇനി ക്യാപിറ്റൽ എൻ എന്ന് പറയുന്നത് ഇത് ടോട്ടൽ എത്ര കുട്ടികളുണ്ട്. അപ്പൊ ആർട്സിന് 5, കൊമേഴ്സിന് 5, സയൻസിന് 5, അപ്പൊ 15 പേരാണ്. ദാറ്റ് ഇസ് ടോട്ടൽ നമ്പർ ഓഫ് യൂണിറ്റ്സ്. അപ്പൊ എന്താണ് കെ? എത്ര ഗ്രൂപ്പിനെയാണോ നമ്മൾ പഠിക്കാൻ എടുത്തിട്ടുണ്ട് അതാണ് കെ. എൻ എന്താണ്? 5 ആണ്. അതായത് ഓരോ ഗ്രൂപ്പിലും സ്മോൾ n 5, ഓരോ ഗ്രൂപ്പിലും എത്ര പേരുണ്ട്. ക്യാപിറ്റൽ n 15, മൊത്തത്തിൽ എത്ര കുട്ടികളുണ്ട്. ഇത് എന്തായാലും എഴുതിയേക്കണം, ബിക്കോസ് ഇത് ലാസ്റ്റ് നമുക്ക് ആവശ്യമുള്ള കാര്യമാണ്. ഓക്കെ ആണോ? ഓക്കെ ആണ് മാഡം. ഓക്കെ. ഇനി ഏത് സമ്മം നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ നൾ ഹൈപ്പോത്തസിസ് ക്രിയേറ്റ് ചെയ്യണം. എന്താണ് നൾ ഹൈപ്പോത്തസിസ്? മീൻ തമ്മിൽ സിഗ്നിഫിക്കന്റ് ഡിഫറൻസ് ഇല്ല എന്ന് പറയുന്നതാണ്. അതായത് നോ ഡിഫറൻസ് എന്ന് പറയുന്നതാണ് നൾ ഹൈപ്പോത്തസിസ്. അപ്പൊ നൾ ഹൈപ്പോത്തസിസ് എപ്പോഴെങ്ങനെയാണ് എഴുതുക? H0 is equal to mu1 is equal to mu2 is equal to mu3. ഇത് 3 അവസാനിപ്പിച്ച എന്താ? നമ്മൾ ആകെ 3 ഗ്രൂപ്പ് എടുത്തിട്ടുള്ളൂ. ഇവിടെ 4th ഗ്രൂപ്പും ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് എഴുതും? is equal to mu4 എന്നും എഴുതും. എപ്പോഴും H0 ഇങ്ങനെയാണ് കേട്ടോ എഴുതാം. H0 is equal to mu1 is equal to mu2 is equal to mu3. 3 ഗ്രൂപ്പ് ആണെങ്കിൽ mu3. 4 വരെ നിങ്ങൾക്ക് വന്നിട്ടുള്ളൂ. ഇതുവരെ 5ലേക്ക് വന്നിട്ടില്ല. ഒരൊറ്റ ക്വസ്റ്റ്യൻ പേപ്പറിൽ 4 വരെ വന്നിട്ടുണ്ട്. ബാക്കി എല്ലാം 3 ആണ് വന്നത്. അപ്പൊ എന്താണ് ഇതിന്റെ അർത്ഥം എന്താണ്? ദാറ്റ് ഇസ് ദ സ്റ്റുഡൻസ് ഓഫ് ക്ലാസ് 9 studying arts, commerce and science stream do not differ in their level of significance. ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസിൽ വ്യത്യാസമില്ല എന്ന് കാണിക്കുന്നതാണ് എന്ത്? നൾ ഹൈപ്പോത്തസിസ്. ഏത് സമ്മ അനോവയിൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിലും നൾ ഹൈപ്പോത്തസിസ് എഴുതി വെക്കണം. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ ആണ് മാഡം. ഇനി ആദ്യം നമ്മളൊരു ടേബിൾ പ്ലോട്ട് ചെയ്യാനുണ്ട്. ഫസ്റ്റ് ഇത്രയും കാര്യങ്ങൾ എഴുതി കഴിഞ്ഞാൽ നമ്മളൊരു ടേബിൾ പ്ലോട്ട് ചെയ്യണം. ആ ടേബിളിന്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്യണം? 3 കോളം ആയിട്ടാണ്. ആ 3നെ വീണ്ടും 2 ഡിവൈഡ് ചെയ്യണം. അതായത് ഇപ്പൊ ആർട്സിൽ തന്നെ x1 എന്ന് പറയുന്നത് നമ്മളെ കിട്ടിയ സ്കോറാണ്. റമീസ് H1 വേണ്ട, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ H1 കൊടുത്തിട്ടില്ല, H0 മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. സോ ദർ ഇസ് നോ നീഡ് ഓഫ് H1. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലേക്ക് നോക്കുന്ന സമയത്ത് എന്താണ് സെറ്റപ്പ് ദ നൾ ഹൈപ്പോത്തസിസ് മാത്രമേ ഉള്ളൂ. ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് വേണമെന്ന് പറയുന്നില്ല. ഓക്കെ ആണോ? ഓക്കെ ആണ് മാഡം. അപ്പൊ നോക്കിയേ, ഈ x1 എന്ന് പറയുന്ന ആർട്സ് ഗ്രൂപ്പിൽ നമുക്ക് കിട്ടിയ മാർക്കുകളാണ്. ഈ ഓരോന്നിന്റെയും സ്ക്വയർ എടുക്കുന്നതാണ് x1 സ്ക്വയർ. കേട്ടോ, 15ന്റെ സ്ക്വയർ റൂട്ട് 15 × 15 ആണ് എന്ത്? 225. 14 × 14. അതായത് ഓരോ x1ന്റെയും സ്ക്വയർ എടുക്കുന്നതാണ് എന്ത്? x1 സ്ക്വയർ. അതുപോലെ x2 നമുക്ക് കിട്ടിയ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്ന ക്വസ്റ്റ്യൻ ആണ്. അതിന്റെ സ്ക്വയർ എടുക്കുന്നതാണ് x2 സ്ക്വയർ. x3 എന്ന് പറയുന്ന സയൻസ് ഗ്രൂപ്പിൽ നമുക്ക് കിട്ടിയ മാർക്കുകളാണ്. അതിന്റെ സ്ക്വയർ എടുക്കുന്നതാണ് x3 സ്ക്വയർ. മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ എന്ത് ചെയ്യും? ഇനിയാണ് കേട്ടോ പ്രധാനപ്പെട്ട കാര്യങ്ങൾ വരുന്നത്. ഒന്ന്, ഇതിന്റെ ടോട്ടൽ എടുക്കണം. അതാണ് സമ്മേഷൻ x1 സ്ക്വയർ. ഈ ആർട്സ് ഗ്രൂപ്പിന്റെ കുട്ടികളുടെ മൊത്തം മാർക്ക് എടുക്കുന്നതാണ് എന്ത്? സമ്മേഷൻ x1 പറയുന്നത് x1 ആണ്. ഇനി സ്ക്വയറിന്റെയും ടോട്ടൽ എടുക്കണം. അതെന്താണ്? സമ്മേഷൻ x1 സ്ക്വയർ. അത് കണക്ക് സമ്മേഷൻ x2 എടുക്കണം. അതുപോലെ അതായത് ടോട്ടൽ എടുക്കാം. ഇതിന്റെയൊക്കെ ടോട്ടൽ എടുക്കാം. ഓക്കെ ആണോ? ഓക്കെ ആണ് മാഡം. പിന്നെ നമുക്ക് N1, N2, N3 കൂടെ എഴുതി വെക്കാം. എത്രയുണ്ട്? 5, 5, 5. അത് മുകളിൽ നമ്മൾ മെൻഷൻ ചെയ്താണ്. ഒന്നും കൂടെ നിങ്ങളുടെ ടെക്സ്റ്റിൽ അങ്ങനെയാണ് ടേബിൾ ഉള്ളത്. അതൊന്നും. ഇനി ഇത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണേ. മീനാണ്. എന്താണ്? മീൻ. ഈ മീൻ എന്താണെന്നറിയോ? ഈ ടോട്ടൽ ഇല്ലേ, x1 ടോട്ടൽ, അതിനെ ഈ n-ഉമായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ്.
അതായത് 62 ഡിവൈഡഡ് ബൈ 5. ഇതാണ് മീൻ. ഓക്കെ ആണോ? ഓക്കെയാണ് മാഡം. വെരി ഗുഡ്. ഇവിടെ 10 ആട്ടോ മീന്, നിങ്ങളുടെ ടെക്സ്റ്റിൽ തെറ്റാണ്. ഇവിടെ 10 ആണ് മീന്, 10 ആണ് കേട്ടോ. ഇറ്റ്സ് നോട്ട് 5, ഇത് 10 ആണ്. കാരണം 60 ഡിവൈഡഡ് ബൈ 5, സോറി 12 ആണ്. നിങ്ങളുടെ ടെക്സ്റ്റിൽ ചെറിയ മിസ്റ്റേക്ക് ആണ്, ഞാനിപ്പോ നോക്കുമ്പോഴാണ്. ഇത് 5 അല്ല 12 ആണ് കേട്ടോ. അതായത് 60 ഡിവൈഡഡ് ബൈ 5. Again 61 ഡിവൈഡഡ് ബൈ 5 ഉണ്ട്, 12.20. ടേബിളിൽ നമ്മൾ എന്തൊക്കെ കണ്ടെത്തുന്നത്? x1ഉം ഓരോ x1ന്റെ സ്ക്വയറും, x2യും ഓരോ x2ന്റെ സ്ക്വയറും, x3യും ഓരോ x3യുടെ സ്ക്വയറും. എന്നിട്ട് x1ന്റെ ടോട്ടൽ എടുക്കും, x1 സ്ക്വയറിന്റെ ടോട്ടൽ എടുക്കും, പിന്നെ മീൻ കണ്ടെത്തും. x2 എടുക്കും, x2ന്റെ ടോട്ടൽ എടുക്കും, മീൻ കണ്ടെത്തും. മീൻ എന്താണ്? ഈ സമ്മേഷൻ x1 ഡിവൈഡഡ് ബൈ ഈ n ആണ്. സമ്മേഷൻ x2 ഡിവൈഡ് ബൈ n, സമ്മേഷൻ x3 ഡിവൈഡ് ബൈ n. മീൻ വരെ കണ്ടെത്തി വെക്കുക. ഓക്കെ ആണോ? ഓക്കെയാണ് മാഡം. എല്ലാരും ഒന്ന് പറഞ്ഞ ഓക്കെ ആണോ എന്ന്? ഇനിയാണ് സ്റ്റെപ്പ് 1. സ്റ്റെപ്പ് 1 എന്താണ്? കറക്ഷൻ ടേം. കറക്ഷൻ ടേമിനെ CX എന്നാണ് വിളിക്കാറുള്ളത്. കറക്ഷൻ ടേമിന് എന്താ വിളിക്കാറുള്ളത്? CX. കറക്ഷൻ ടേം എന്ന് പറയുന്നത് CX is equal to summation x സ്ക്വയർ ഡിവൈഡഡ് ബൈ 1. സമ്മേഷൻ x സ്ക്വയർ ഡിവൈഡഡ് ബൈ, അതായത് ഓരോ സമ്മേഷൻ എക്സിനെയും തമ്മിൽ കൂട്ടാം, മൊത്തത്തിൽ സ്ക്വയർ എടുക്കുക, എന്നിട്ട് എന്നുമായിട്ട് ഡിവൈഡ് ചെയ്യുക. അതായത് ചുരുക്കി പറയുകയാണെങ്കിൽ സമ്മേഷൻ x1 പ്ലസ് സമ്മേഷൻ x2 പ്ലസ് സമ്മേഷൻ x3 എത്ര വേണമെങ്കിലും ഉണ്ടെങ്കിൽ സമ്മേഷൻ xk വരെ ഇതിലെല്ലാത്തിനെയും കൂടെ സ്ക്വയർ എടുക്കുക, ഡിവൈഡഡ് ബൈ n1 പ്ലസ് n2 പ്ലസ് n3 പ്ലസ് എത്ര ഉണ്ടെങ്കിലും nk വരെ എടുക്കുക. ഇവിടെ നമ്മുടെ സമ്മേഷൻ x1 എത്രയാണ്? 62 ആണ്. പ്ലസ് സമ്മേഷൻ x2 എത്രയാണ്? 60 ആണ്. പ്ലസ് സമ്മേഷൻ x3 എത്രയാണ്? 61 ആണ്. സ്ക്വയർ ഡിവൈഡഡ് ബൈ 5 പ്ലസ് 5 പ്ലസ് 5. അതായത് 60 കൂട്ടണം, 62 കൂട്ടണം, 61 എത്രയാണ്? 183 സ്ക്വയർ ഡിവൈഡഡ് ബൈ 15. ഓക്കെ ആണോ? എല്ലാരും ഒന്ന് പറഞ്ഞേ. എല്ലാരും ഓക്കെ മാം. അപ്പൊ ഈ കിട്ടുന്ന ഇത് ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന, അതായത് 183 into 183 ഡിവൈഡഡ് ബൈ 15 ആണ് കറക്ഷൻ ടേം. അത് 2232.60, അതായത് 2232.60. ക്ലിയർ ആണല്ലോ? അപ്പൊ കറക്ഷൻ ടേം എന്താണ്? ഓരോ എക്സിനെയും തമ്മിൽ കൂട്ടുക, എന്നിട്ട് അതിന്റെ സ്ക്വയർ എടുക്കുക, ഡിവൈഡഡ് ബൈ മൊത്തമുള്ള ആളുകളെ എടുക്കുക. ഇതാണ് കറക്ഷൻ ടേം. സ്റ്റെപ്പ് 1 കറക്ഷൻ ടേം. ഇനി സ്റ്റെപ്പ് 2 സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ടോട്ടൽ. ടോട്ടൽ ആയതുകൊണ്ട് സം ഓഫ് സ്ക്വയേഴ്സ് ടോട്ടൽ. കണ്ടോ? സം ഓഫ് സ്ക്വയേഴ്സ് അടുത്ത് നമുക്ക് എല്ലാം കണ്ടെത്താനുള്ളത്. അതിൽ ഫസ്റ്റ് വൺ സം ഓഫ് സ്ക്വയേഴ്സ് ടോട്ടൽ. ഇനി സം ഓഫ് സ്ക്വയേഴ്സ് ടോട്ടൽ എന്താണ്? സമ്മേഷൻ എക്സ് സ്ക്വയർ മൈനസ് സി എക്സ് ആണ്. അതായത് എക്സ് സ്ക്വയറുകളുടെ മൊത്തം കൂട്ടുക, എന്നിട്ട് സി എക്സ് കുറയ്ക്കുക. സമ്മേഷൻ x1 സ്ക്വയർ പ്ലസ് സമ്മേഷൻ x2 സ്ക്വയർ പ്ലസ് സമ്മേഷൻ x3 സ്ക്വയർ എത്രയാണുള്ളത് അത് മൈനസ് സി എക്സ്. ഇവിടെ സമ്മേഷൻ x1 സ്ക്വയർ എത്രയാണ്? 786 ആണ്. പ്ലസ് സമ്മേഷൻ x2 സ്ക്വയർ എത്രയാണ്? 730 ആണ്. പ്ലസ് മൂന്നാമത്തത് 765 ആണ്, 765. മൈനസ് സി എക്സ് എത്രയാണ്? 2232.60. ഇത് മൂന്നും കൂട്ടുമ്പോൾ നമുക്ക് 2281.00 കിട്ടും. മൈനസ് 22
32.60. അപ്പൊ സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ടോട്ടൽ എന്താണ്? പേര് പറഞ്ഞ സ്ക്വയറുകളുടെ ടോട്ടൽ എടുക്കാം, അതിന് സി എക്സ് എന്ന് മൈനസ് ചെയ്യാം. അപ്പം x1 സ്ക്വയർ പ്ലസ് x2 സ്ക്വയർ പ്ലസ് x3 സ്ക്വയർ മൈനസ് സി എക്സ് ആണ് സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ടോട്ടൽ. അത് 48.40 ആണ് ഉത്തരം കിട്ടുന്നത്. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെയാണ്. അപ്പൊ നമ്മൾ ആദ്യം എന്ത് കണ്ടെത്തി? ആദ്യം നമ്മള് സി എക്സ് കറക്ഷൻ ടേം കണ്ടെത്തി. രണ്ടാമത് എസ് എസ് ടി, ദാറ്റ് മീൻസ് സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ടോട്ടൽ. ഇനി മൂന്നാമത്തത് സം ഓഫ് സ്ക്വയേഴ്സ് എമംഗ് ദ ഗ്രൂപ്പ്. ടോട്ടൽ മാറി എമംഗ് ദ ഗ്രൂപ്പ്, എസ് എസ് എ. സം ഓഫ് സ്ക്വയേഴ്സ് എമംഗ് ദ ഗ്രൂപ്പ്. സം ഓഫ് സ്ക്വയേഴ്സ് എമംഗ് ദ ഗ്രൂപ്പ് എന്താണ്? സമ്മേഷൻ എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ എൻ. ഓരോ സമ്മേഷൻ എക്സിനെ സ്ക്വയർ ചെയ്തിട്ട് അതിനെ ഓരോ എന്നുമായിട്ട് ഡിവൈഡ് ചെയ്യാം. അതായത് ഓരോ ഈ 62നെ സ്ക്വയർ ചെയ്യുക ഡിവൈഡഡ് ബൈ 5, ഈ 60നെ സ്ക്വയർ ചെയ്യുക ഡിവൈഡഡ് ബൈ 5, ഈ 61നെ സ്ക്വയർ ചെയ്യുക ഡിവൈഡഡ് ബൈ 5. കണ്ടോ? 62. അതായത് ഓരോ സമ്മേഷൻ എക്സിനെ വേർതിരിച്ച് തന്നെ സ്ക്വയർ ചെയ്ത് ഡിവൈഡഡ് ബൈ 5 ചെയ്തിട്ട് ആ ഉത്തരങ്ങൾ തമ്മിൽ കൂട്ടിയിട്ട് സി എക്സ് കുറയ്ക്കാം. 62 സ്ക്വയർ ഡിവൈഡഡ് ബൈ 5 ഉണ്ട്, വീണ്ടും 62 ഡിവൈഡഡ് ബൈ 5 ഉണ്ട്, പിന്നെ 61 ഡിവൈഡഡ് ബൈ 5. ഇത് 60 ആട്ടോ, ഇവിടെ 60 ആണ് വരുന്നത്. അതായത് ഓരോ സമ്മേഷൻ എക്സിനെയും സ്ക്വയർ ചെയ്ത് അതിനെ n കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഓക്കെ ആണോ? ഓക്കെയാണ് മാഡം. അത് ഞാനൊന്ന് ജസ്റ്റ് നിങ്ങൾക്ക് എത്രയാന്ന് പറഞ്ഞുതരാം കേട്ടോ. എങ്ങനെയാന്നുള്ളത് നിങ്ങൾക്ക് അറിയണമല്ലോ, അതൊന്ന് പറഞ്ഞുതരാം. കാൽക്കുലേറ്റർ എടുത്താല് നിങ്ങൾ എന്ത് ചെയ്യാ? ആദ്യം 62ന്റെ സ്ക്വയർ കണ്ടെത്തുക. 62ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 3844 ആണ്. ഡിവൈഡഡ് ബൈ 5, 768.8 ഉണ്ടാവും. എന്താണ്? 768.80 പ്ലസ് രണ്ടാമത്തെ എന്താണ്? 60 സ്ക്വയർ 3600 ആണ്. ഡിവൈഡഡ് ബൈ 5 എന്ന് പറയുമ്പോൾ 720 ആണ് വരുന്നത്. പ്ലസ് 61 സ്ക്വയർ 61 3721 വരും. ഡിവൈഡഡ് ബൈ 5 അത് 744.2 ആണ്. ഇനി ഇത് മൂന്നും കൂടി കൂട്ടുമ്പോൾ അതായത് 768.8 പ്ലസ് 720 പ്ലസ് 744.2 കണ്ടോ? 2233.00. ഓക്കെ ആണോ? ഓക്കെയാണ് മാഡം. ഇതിൽ നിന്ന് സി എക്സ് മൈനസ് ചെയ്താല് എസ് എസ് എ സം ഓഫ് സ്ക്വയേഴ്സ് എമംഗ് ഗ്രൂപ്പ് കിട്ടും. ഓക്കെ ആണോ? ഓക്കെയാണ് മാഡം. ഞാൻ വീണ്ടും നിങ്ങൾക്ക് ഉറപ്പിച്ചു തരട്ടോ. ആദ്യം നമ്മൾ സി എക്സ് കണ്ടെത്തി. സി എക്സ് എന്ത് വെച്ചിട്ടാ? സമ്മേഷൻ എക്സ് വെച്ചിട്ടായിരുന്നു. പിന്നെ നമ്മള് എസ് എസ് ടി അത് സമ്മേഷൻ എക്സ് സ്ക്വയർ വെച്ചിട്ടായിരുന്നു. വീണ്ടും എസ് എസ് എ സമ്മേഷൻ എക്സ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ? ഇനി നാലാമത്തത് എസ് ഡബ്ല്യു സം ഓഫ് സ്ക്വയേഴ്സ് വിത്തിൻ ഗ്രൂപ്പ്. അതുകൊണ്ടാണ് ഡബ്ല്യു സം ഓഫ് സ്ക്വയേഴ്സ് എമംഗ് ഗ്രൂപ്പ് എ വിത്തിൻ ഗ്രൂപ്പ് ഡബ്ല്യു ആണ്. അത് സിമ്പിൾ ആണ്. കിട്ടിയ എസ് എസ് ടിയിൽ നിന്ന് കിട്ടിയ എസ് എസ് എ കുറച്ചാൽ എസ് എസ് ഡബ്ല്യു കിട്ടും. അതായത് എസ് എസ് ടി എത്രയായിരുന്നു? 48.40. എസ് എസ് എത്ര കിട്ടിയത്? 0.40. സോ 48 ആണ് നമ്മുടെ എസ് എസ് ഡബ്ല്യു. ഓക്കെ ആണോ? ഓക്കെയാണ് മാഡം.
അപ്പൊ നിങ്ങൾ ഓർത്ത് വെക്കാൻ ഒന്നും കൂടി പറയാം. ആദ്യം നമ്മൾ CX കണ്ടെത്തി, പിന്നെ സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ടോട്ടൽ കണ്ടെത്തി, പിന്നെ നമ്മൾ സം ഓഫ് സ്ക്വയേഴ്സ് എമംഗ് ദ ഗ്രൂപ്പ് കണ്ടെത്തി, പിന്നെ നമ്മൾ സം ഓഫ് സ്ക്വയേഴ്സ് വിത്തിൻ ദ ഗ്രൂപ്പും കണ്ടെത്തി. ഇസ് ദാറ്റ് ക്ലിയർ? ക്ലിയർഡ് ആണ് മാഡം. ഇനി അഞ്ചാമത്തെ സ്റ്റെപ്പാണ് മീൻ സം ഓഫ് സ്ക്വയേഴ്സ് എമംഗ് ഗ്രൂപ്പ്. ആ എം മാത്രം വരുന്നുള്ളൂ. മീൻ സം ഓഫ് സ്ക്വയേഴ്സ് എമംഗ് ഗ്രൂപ്പ്. അതെന്താണ്? SSA ഡിവൈഡഡ് ബൈ K മൈനസ് 1. K എന്നാൽ നമ്മൾ നേരത്തെ കണ്ടെത്തിയതാണ്. K 3 ആണ്. 3 ഗ്രൂപ്പ് ആയതുകൊണ്ട് K ആണ്. ഇവിടെ SSA എത്രയാണ്? 0.40 ഡിവൈഡഡ് ബൈ 3 മൈനസ് 1, ദാറ്റ് ഇസ് ഈക്വൽ ടു 0.40 ഡിവൈഡഡ് ബൈ 2, അത് 0.20 ആണ് വരുന്നത്. അതായത് നമ്മൾ കണ്ടെത്തിയ സം ഓഫ് സ്ക്വയേഴ്സ് എമംഗ് ഗ്രൂപ്പിൽ നിന്ന് K മൈനസ് 1. K എത്രയായിരുന്നു? എത്ര ഗ്രൂപ്പാണോ അതാണ് K. 3 ഗ്രൂപ്പ് ആയിരുന്നു. K മൈനസ് 1. ഓക്കെ ആണോ? ഓക്കെ ആണ് മാഡം. ഇനി ലാസ്റ്റിന്റെ തൊട്ട് മുന്നേ MSSW മീൻ സം ഓഫ് സ്ക്വയേഴ്സ് വിത്തിൻ ദ ഗ്രൂപ്പ്. അത് സം ഓഫ് സ്ക്വയേഴ്സ് വിത്തിൻ ദ ഗ്രൂപ്പ് ഡിവൈഡഡ് ബൈ N മൈനസ് K ആയി മാറും. അതായത് സം ഓഫ് സ്ക്വയർ വിത്തിൻ ദ ഗ്രൂപ്പ് 48 ആയിരുന്നു നമ്മൾ കണ്ടെത്തിയത്. അതും N എത്രയാണ്? ക്യാപിറ്റൽ N 15 ആണ്. നമ്മൾ ആദ്യം കണ്ടെത്തി മൊത്തം കുട്ടികൾ ആർട്സിൽ 15, കൊമേഴ്സിൽ 5, സയൻസിൽ 5, 15 ആണ്. മൈനസ് K എത്രയായിരുന്നു? ഗ്രൂപ്പാണ്. That is equal to 48 divided by 12. അത് 4 ആയിരിക്കും. ഓക്കെ ആണോ? ഓക്കെ ആണ് മാഡം. ഓക്കെ ആണോ? ഇനി ഫൈനൽ സ്റ്റെപ്പാണ് എഫ് റേഷ്യോ. ഈ എഫ് റേഷ്യോ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും ചെയ്തത്. എഫ് റേഷ്യോ സിമ്പിൾ ആണ്. നമ്മൾ കണ്ടെത്തിയ മീൻ സം ഓഫ് സ്ക്വയർ എമംഗ് ദ ഗ്രൂപ്പ് ഡിവൈഡഡ് ബൈ മീൻ സം ഓഫ് സ്ക്വയർ വിത്തിൻ ദ ഗ്രൂപ്പ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.20 ആയിരുന്നു നമുക്ക് MSSA കിട്ടിയത്. ഡിവൈഡഡ് ബൈ 4 ആയിരുന്നു MSSW കിട്ടിയത്. എഫ് റേഷ്യോ 0.05 ആണ്. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ ആണ് മാഡം. വെരി ഗുഡ്. ഇവിടെ വെച്ച് നിർത്താൻ വേണമെങ്കിൽ ഈ സമ്മറി ആയിട്ട് ഈ ടേബിള് നമുക്ക് വരച്ച് ചെയ്യുകയും കൂടെ ചെയ്യാം. നോട്ട് നെസസറി. കിട്ടിയ കാര്യങ്ങൾ എമംഗ് ദ ഗ്രൂപ്പ് ഡിഗ്രി ഓഫ് ഫ്രീഡം ആണ്. ഒന്നിൻ്റെത് K മൈനസ് 1, ഒന്നിൻ്റെത് N മൈനസ് K. സം ഓഫ് സ്ക്വയേഴ്സ് യെസ് എഫ് ടേബിള് 0.40 48. MSS ഒന്നിന്റെ 0.20 ആണ്, ഒന്നിന്റെ 4 ആണ്. എഫ് റേഷ്യോ 5 ആണെന്ന് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? കണ്ടെത്താം. നോട്ട് നെസറി. അതായത് ഇത്രയും ചെയ്താൽ തന്നെ മാർക്ക് കിട്ടും. ടേബിൾ വാല്യൂ വേണം. പറഞ്ഞുതരാം. ടേബിൾ വാല്യൂ വേണം. പറഞ്ഞുതരാം. വെയിറ്റ്. അതായത് നിങ്ങൾ അനോവയിൽ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ആദ്യം ഈ ടേബിൾ പ്ലോട്ട് ചെയ്തിട്ട് ഓരോ സമ്മേഷൻ എക്സും എന്നും മീനും കണ്ടെത്തി വെക്കണം. അതുപോലെ തന്നെ സമ്മേഷൻ എക്സ് സ്ക്വയറിനതും കണ്ടെത്തി വെക്കണം. അപ്പൊ തന്നെ നമുക്ക് എന്ത് കിട്ടും? സമ്മേഷൻ എക്സ് കിട്ടും, x1, x2, x3 കിട്ടും. സമ്മേഷൻ x1 സ്ക്വയർ, x2 സ്ക്വയർ, x3 സ്ക്വയർ ഒക്കെ കിട്ടും. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ കണ്ടെത്തുന്ന ആദ്യം കറക്ഷൻ ടേം, അതിനുശേഷം SST സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ടോട്ടൽ, പിന്നെ SSA സം ഓഫ് സ്ക്വയേഴ്സ് എമംഗ് ഗ്രൂപ്പ്, പിന്നെ SSW സം ഓഫ് സ്ക്വയേഴ്സ് വിത്തിൻ ഗ്രൂപ്പ്. ഓക്കെ. പിന്നെ അഞ്ചാമത് MSSA മീൻ സം ഓഫ് സ്ക്വയർ എമംഗ് ദ ഗ്രൂപ്പ്, പിന്നെ ആറാമത് മീൻ സം ഓഫ് സ്ക്വയർ വിത്തിൻ ദ ഗ്രൂപ്പ്. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് എഫ് റേഷ്യോ ആണ് കണ്ടെത്തേണ്ടത്. ഓക്കെ ആണോ? ഇത്രയും കാര്യം ഓക്കെ ആണോ? വെരി ഗുഡ്. 1 സെക്കൻഡ്. ഇനിയാണ് ടേബിൾ വാല്യൂ കണ്ടെത്താൻ വേണ്ടി പറയുന്നത്. ഈ ടേബിൾ വാല്യൂ ഇത് നിങ്ങളുടെ ടെക്സ്റ്റ്, ഞാൻ നിങ്ങളുടെ ടെക്സ്റ്റിലുള്ള സെയിം സമ്മാട്ടോ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടുള്ളത്, അല്ലാതെ പുറത്തുനിന്നുള്ള ഒരു സമ്മൊന്നും അല്ല. നിങ്ങളുടെ ടെക്സ്റ്റ്
സോറി ഡിയേഴ്സ്. കട്ടായതല്ല, ഞാൻ ഒരു ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യുമ്പോൾ നമ്മളതും കൂടി ക്ലോസ് ചെയ്തു പോയി. ഓക്കെ, വെയിറ്റ്. ഞാൻ നിങ്ങളെ കൊണ്ട് ഇപ്പൊ ചേഞ്ച് സം എന്ന് പറയുന്നത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾ ആണ്. പക്ഷെ അതിലിങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊന്നും കൊടുത്തിട്ടില്ല. ഇപ്പൊ മീൻ എങ്ങനെ, എന്തിന്റെ മീനാണ്, അങ്ങനത്തെ ഒന്നുമില്ല. നമ്മൾ എന്താക്കിയിട്ടുണ്ട്, കുറച്ചുകൂടെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് എഴുതി, ലൈക്ക് കുറച്ചുകൂടെ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് നിങ്ങളെ കൊണ്ട് പറഞ്ഞു തന്നോളൂ കേട്ടോ. സെയിം ക്വസ്റ്റ്യൻ ആണ്, ഈ സ്റ്റെപ്പ് തന്നെയാണ് ഫോളോ ചെയ്ത് പോകേണ്ടത്. ഇനി ഈ എഫ് റേഷ്യോ കണ്ടെത്തി കഴിഞ്ഞാല് ഫ്രം എഫ് ടേബിൾ റെഫർ ടു സ്റ്റാറ്റിസ്റ്റിക് ബുക്ക്. സ്റ്റാറ്റിസ്റ്റിക് ബുക്കിൽ എഫ് ടേബിൾ ഉണ്ട്. ഫോർ 2 and 12 DF at 0.5 level, the F value is 3.5. അതായത് നമുക്ക് ശരിക്കും എന്ത് ചെയ്യണം, ക്ലാസ് ടേബിൾ കൊണ്ടുപോകാൻ വേണ്ടി പറ്റണം. പക്ഷേ ഡിഗ്രിക്കാർക്ക് കൊണ്ടുപോകാൻ പറ്റൂല. പി ജിക്കാരുടെ സ്ഥിതി എന്താന്ന് എനിക്ക് അറിയില്ല. നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാൻ നോക്കുന്ന സമയത്ത് ഡിഗ്രി ഓഫ് ഫ്രീഡം ഒന്നും തരുന്നില്ല. ഇങ്ങനെ പറയുന്നുണ്ട്, 2-ന്റെയും 12-ന്റെയും 2-ന്റെയും ഡിഗ്രി ഓഫ് ഫ്രീഡത്തിൽ ലെവൽ ഓഫ് 5 സിഗ്നിഫിക്കന്റ് ആണെങ്കിൽ 3.59 ആണെന്ന് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. 3.59 ആണ്. അതായത് ഈ 2-ന്റെയും 12-ന്റെയും ടേബിൾ എടുത്ത് 0.5 രണ്ട് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ആണ് നമുക്ക് വരുന്നത്. 0.5 ഉണ്ട്, 0.05 ഉണ്ട്, 0.01 ഉണ്ട്. ഈ 2-ന്റെയും 12-ന്റെയും 0.5 എടുക്കുകയാണെങ്കിൽ അതിന്റെ ടേബിൾ വാല്യൂ 3.59 ആണ് ഇവിടെ തന്നിട്ടുണ്ട്. വിച്ച് ഇസ് നമുക്ക് കിട്ടിയ എഫ് വാല്യൂ എത്രയാണ്? 0.05 വെരി ലോ ആണ് കേട്ടോ. 0.05 വെരി ലോ ആണ്. ഈ കിട്ടിയ 3.59 വെരി ലോ ആണ് നമുക്ക് കിട്ടിയ 0.05, which is very low, that F value given in the table. Therefore, obtained F ratio is no significant at 0.5 level for 2 and 12 degree of freedom. Thus, the null hypothesis is accepted. അതായത് 0.05 അല്ല, എത്രയും ചെറുത ടേബിൾ വാല്യൂനെ കൊണ്ട് അതേ ഒരു അടുത്തടുത്ത് നമ്മൾ റിജക്ട് ചെയ്യാം. വളരെ കുറവായിരുന്ന കൊണ്ട് നമ്മൾ ഈ ഉണ്ടാക്കിയ H0 അക്സെപ്റ്റ് ചെയ്യുകയാണ്. അതിന്റെ അർത്ഥം എന്താണ്? ഈ 3 പേരുടെ ലെവൽ, ഇന്റലിജൻസ് ലെവല് ഏകദേശം സിമിലർ ആണ് എന്നാണ് അർത്ഥം. ഇത് നമുക്ക് എഫ് വാല്യൂ നമുക്കൊരു ഏകദേശം ഒരു 3.4, 3.5 അങ്ങനെയൊക്കെയാണ് കിട്ടുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ വാല്യൂ റിജക്ട് ചെയ്യും. അതായത് ആർട്സ് ഗ്രൂപ്പിന്റെയും കൊമേഴ്സ് ഗ്രൂപ്പിന്റെയും സയൻസ് ഗ്രൂപ്പിന്റെയും മീൻ തമ്മിൽ മാച്ച് അല്ല എന്ന് നമ്മൾ പറയും. ഇവിടെ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് വരുമ്പോ കണ്ടോ തരുന്നുണ്ട് ക്രിട്ടിക്കൽ വാല്യൂ. ക്രിട്ടിക്കൽ വാല്യൂ തരുകയാണെങ്കിൽ മാത്രം എന്ത് എഴുതണം? നമ്മൾ ആൻസർ കിട്ടിക്കാൻ. കണ്ടോ 0.05 ലെവല് ഇത്രയാണെന്ന് ടേബിൾ വാല്യൂ തരുന്നുണ്ട്. അതായത് ടേബിൾ വാല്യൂവിന്റെ അടുത്തൊക്കെ നിൽക്കുകയാണെങ്കിൽ നമ്മൾ റിജക്ട് ചെയ്യും. വളരെ ഡിഫറൻറ്റിലാണ് നിൽക്കണമെങ്കിൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്യും. അതായത് നമുക്ക് കിട്ടുന്ന ഉത്തരം ഈ ടേബിൾ വാല്യൂവിന്റെ അടുത്താണ് നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? റിജക്ട് ചെയ്യും. വളരെ ദൂരത്താണ് നിൽക്കുന്നുണ്ടെങ്കിൽ അക്സെപ്റ്റ് ചെയ്യും എന്നാണ്. ഓക്കെ ആണോ? ഓക്കെ ആണോ? അപ്പൊ നമ്മൾ ഇന്റർപ്രിട്ടേഷൻ ചെയ്താൽ എന്താണ്? ബിക്കോസ് ദ നൾ ഹൈപ്പോത്തസിസ് ഇസ് റിജക്റ്റഡ് അറ്റ് 0.5 ലെവൽ ആൻഡ് 0.1 ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ്. Therefore, the 95% is confidence. It can be said that students studying in arts, commerce, and science stream do not differ significantly in their level of intelligence. കണ്ടോ? അതായത് നമുക്ക് ടേബിൾ വാല്യൂ തരും. ഇത് കണ്ടോ, നിങ്ങൾക്ക് തരുന്നുണ്ട് ടേബിൾ വാല്യൂ. അപ്പൊ സിമ്പിൾ ആണ്. അതായത് ടേബിൾ വാല്യൂ തരികയാണെങ്കിൽ നമുക്ക് എഫ് റേഷ്യോ കിട്ടുക. ആ എഫ് റേഷ്യോ ടേബിൾ വാല്യൂവിന്റെ ക്ലോസ് ആണെങ്കിൽ, അതായത് വളരെ അടുത്താണ്, ടേബിൾ വാല്യൂമായിട്ട് വളരെ ക്ലോസ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? റിജക്ട് ചെയ്യും. അല്ല, വളരെ ഡിഫറെന്റ് ആണ്. ഇപ്പൊ നമുക്ക് കിട്ടിയ ടേബിൾ വാല്യൂ 3.2, 3.1 ഒക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? റിജക്ട് ചെയ്യും. നേരെ മറിച്ച് 1 അല്ലെങ്കിൽ 0.9 അങ്ങനെയൊക്കെയാണ് കിട്ടുന്നത്, നമ്മള് റിജക്ട് ചെയ്യും. സോറി, ആക്സെപ്റ്റ് ചെയ്യും. ആക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? ഈ ഗ്രൂപ്പുകൾ തമ്മിൽ സിഗ്നിഫിക്കന്റ് ഡിഫറൻസ് ഇല്ല. റിജക്ട് ചെയ്യുകയാണെങ്കിലോ ഈ ഗ്രൂപ്പുകൾ തമ്മിൽ സിഗ്നിഫിക്കന്റ് ഡിഫറൻസ് ഉണ്ട്. ഇപ്പൊ നോക്കിക്കേ, നമ്മൾ ചെയ്ത ക്വസ്റ്റ്യനിൽ നമ്മൾ എന്താ പറയുന്നത്? ഈ 3 ഗ്രൂപ്പുകാര്, അതായത് സയൻസ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാ ചെയ്തത്. അതുകൊണ്ട് ആർട്സ് ഗ്രൂപ്പും കൊമേഴ്സ് ഗ്രൂപ്പും സയൻസ് ഗ്രൂപ്പിന്റെ ഇന്റലിജൻസ് തമ്മിൽ വലിയ സിഗ്നിഫിക്കന്റ് ഡിഫറൻസ് ഇല്ല. 3 കൂട്ടരുടെയും എന്താണ്? ഏകദേശം ഒരേപോലെയാണ്. ഓക്കെ ആണോ? പറഞ്ഞുതരോ? എന്തോ
റിജക്ട് ചെയ്യണോ അക്സെപ്റ്റ് ചെയ്യണോ കൂടി പറഞ്ഞുതരോ? ടാബ് സിമ്പിൾ അല്ല റമീസെ, ഞാൻ പറഞ്ഞതും ശ്രദ്ധിച്ച്. എന്താണ് ഞാൻ പറഞ്ഞത്? വളരെ സിമ്പിൾ ആണ്. അതായത് നമുക്ക് ടേബിൾ വാല്യൂ ഇവിടെ തന്നിട്ടുണ്ട്. 0.5 ആണെങ്കിൽ 3.34 ആണ്, 0.1 ആണെങ്കിൽ 5.59 ആണ്. നമുക്ക് കിട്ടുന്ന എഫ് റേഷ്യോ, അതായത് ലാസ്റ്റ് ആൻസർ ഇതിന്റെ അടുത്താണെങ്കിൽ നമ്മൾ റിജക്ട് ചെയ്യും. അതിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടെങ്കിൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്യും. ഓക്കെ ആണോ? അതായത് നമുക്ക് ഈ അവസാനം കിട്ടുന്ന ഉത്തരല്ലേ, ഈ അവസാനം കിട്ടുന്ന എഫ് റേഷ്യോ, നമ്മളിവിടെ എഫ് റേഷ്യോ കണ്ടെത്താനല്ലേ ഇത്രയും സ്റ്റെപ്പ് ചെയ്തത്. ഈ എഫ് റേഷ്യോ തന്നിരിക്കുന്ന ടേബിൾ വാല്യൂമായിട്ട് സാമ്യപ്പെട്ടതാണെങ്കിൽ റിജക്ട് ചെയ്യും, സാമ്യപ്പെട്ടതല്ലെങ്കിലോ അക്സെപ്റ്റ് ചെയ്യും. ഓക്കെ ആണോ? എല്ലാവർക്കും മനസ്സിലായോ? അപ്പൊ നമ്മൾ നോക്കുന്ന സമയത്ത് കണ്ടോ, എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും എന്തുണ്ട്? അനോവ വരുന്നുണ്ട്. ഇതില് ഒരൊറ്റ ക്വസ്റ്റ്യൻ പേപ്പറിൽ മാത്രമാണ് ഇല്ല, 3 ഗ്രൂപ്പ്, എല്ലാത്തിലും 3 ഗ്രൂപ്പേ വന്നിട്ടുള്ളൂ, 4 ഗ്രൂപ്പില്ല കേട്ടോ. എഫ് ഫിസിക്കൽക്ക് 3.35 ഇതിങ്ങനെ തരുന്നുണ്ട്, എല്ലാ ക്വസ്റ്റ്യനിലും തരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കാം, നിങ്ങൾക്ക് കിട്ടുന്ന എഫ് റേഷ്യോ ഇതിനോ ഈ തന്നിരിക്കുന്ന വാല്യൂമായിട്ട് അടുത്താണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാ? റിജക്ട് ചെയ്യാം. ഒരുപാട് അപ്പുറത്തോട്ടാണെങ്കിൽ നമുക്ക് അക്സെപ്റ്റ് ചെയ്യും. ഓക്കെ ആണോ? ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ എല്ലാവരും എഴുതിയെടുത്തേ. ഈ ക്വസ്റ്റ്യൻ ഇത് 2021 ജൂണിലും ഡിസംബറിലും സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ് വന്നിട്ടുള്ളത്. അല്ലെങ്കിൽ ഞാൻ ഗ്രൂപ്പിൽ ഫോട്ടോ എടുത്തിടണോ? നോ പ്രോബ്ലം, പറ്റുന്നവർക്ക് എഴുതാട്ടോ, ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ്. ഇന്റർപ്രിട്ടേഷൻ ഒന്നുകൂടി പറയാം. ഇന്റർപ്രിട്ടേഷൻ വേണമെങ്കിൽ ഞാൻ എഴുതിയും നിങ്ങൾക്ക് അയച്ചു തരാം കേട്ടോ. ഒരു സെക്കൻഡ്. ഞാൻ ഫോട്ടോ എടുത്ത് ഗ്രൂപ്പിൽ ഇടുന്നുണ്ട് കേട്ടോ. ഇന്റർപ്രിട്ടേഷൻ നിങ്ങൾക്ക് എഴുതുന്നപ്പോ ഈ ഗ്രൂപ്പില് ഇതിന്റെ ഒരു ആൻസർ ഞാൻ പറയാം. ഇത് നമുക്ക് ചുമ്മാ പറയാണ്. ഇതിന്റെ എഫ് റേഷ്യോ നമുക്ക് 3.12 ആണ് കിട്ടിയത്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? 3.35ന്റെ അടുത്താണല്ലോ നിൽക്കുന്നത്, അതുകൊണ്ട് നമ്മൾ റിജക്ട് ചെയ്യും. അവിടെ നമ്മൾ ഇന്റർപ്രിട്ടേഷൻ എഴുതി വെക്കുക. ആസ് പെർ ദ ഇന്റർപ്രിട്ടേഷൻ ദ ഗ്രൂപ്പ് എ ആൻഡ് ബി ആൻഡ് സി ആർ സിഗ്നിഫിക്കന്റ്ലി ഡിഫറെന്റ് എന്ന് എഴുതി വെക്കും, സിമ്പിൾ ആയിട്ട്. അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് എഴുതി വെക്കണമെങ്കിൽ എന്ത് എഴുതി വെക്കാം? ഇവിടെ ഉണ്ട്. Because null hypothesis is rejected, 0.5 and 0.1 level of significance. Therefore, the 99% confidence is can be said that students the rejected or accepted. Text accepted, rejected. Arts, commerce, and science stream do not differ significantly. അതായത് അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് പറയും? സിഗ്നിഫിക്കൻസ് ഇല്ല, ഡു നോട്ട് സിഗ്നിഫിക്കന്റ് എന്ന് പറയും. റിജക്ട് ചെയ്യുകയാണെങ്കിൽ എന്ത് പറയും? യെസ്, ഡിഫർ സിഗ്നിഫിക്കന്റ്ലി എന്ന് എഴുതി വെക്കും. ഒന്നുകൂടി പറയാണ്, അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഇന്റർപ്രിട്ടേഷൻ എന്താണ്? ഡു നോട്ട് സിഗ്നിഫിക്കന്റ്ലി ഡിഫർ എന്ന് പറയും. റിജക്ട് ചെയ്യുകയാണെങ്കിലോ ഡു ഡിഫർ സിഗ്നിഫിക്കന്റ്ലി എന്ന് എഴുതി വെക്കും. അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? സിഗ്നിഫിക്കന്റ് ഡിഫറൻസ് ഇല്ല. റിജക്ട് ചെയ്യുകയാണെങ്കിൽ എന്താ അർത്ഥം? അതായത് അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ അർത്ഥം 99% അവരുടെ സ്കോർസ് തമ്മിൽ സിഗ്നിഫിക്കന്റ് ഡിഫറൻസ് ഇല്ല. റിജക്ട് ചെയ്യുകയാണെങ്കിലോ 99% അർത്ഥം സിഗ്നിഫിക്കന്റ് ഡിഫറൻസ് ഉണ്ട് എന്നാണ്.
ഓക്കെ ആണോ? ഓക്കെ ആണോ? യെസ് മാം. ഒരു ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട് നിങ്ങളെ ടെക്സ്റ്റിൽ ഇല്ല. ഞാൻ ഒന്ന് ചെക്ക് ചെയ്തിട്ട് പറഞ്ഞുതരാം. അതായത് എഫ് റേഷ്യോയുടെ താഴെ ആണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുകയും മുകളിലാണെങ്കിൽ റിജക്ട് ചെയ്യുകയുമാണോ എന്നൊരു ഓർമ്മയുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. നിങ്ങളെ കൂടെ തന്നെ ഇന്ന് ചെക്ക് ചെയ്യാം. നിങ്ങൾ ടെക്സ്റ്റിൽ അത് കൃത്യമായിട്ട് കൊടുത്തിട്ടില്ല. എന്റെ ഒരു ഓർമ്മയില് എനിക്കിങ്ങനെ തോന്നുകയാണ്, എനിക്ക് ശരിയാണോന്ന് അറിയില്ല. അതായത് ഈ പറയുന്ന എഫ് വാല്യൂ ഇല്ലേ, അത് ഞാനൊന്ന് ചെക്ക് ചെയ്തിട്ട് പറഞ്ഞുതരാം. അല്ലെങ്കിൽ ഞാൻ ഏതെങ്കിലും സ്റ്റാറ്റിസ്റ്റിഷ്യനോട് ചോദിച്ചിട്ട് പറഞ്ഞുതരാം. അതായത് എനിക്കൊരു ഡൗട്ട് ഉള്ളതാണ്. നിങ്ങൾ ഇതിൽ കൊടുത്തിട്ടില്ല, നിങ്ങൾ ഈ ഒരു എക്സാമ്പിൾ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. എനിക്ക് എന്റെ ഒരു ഡൗട്ട് ഉണ്ട്. ഈ 3.5 കുറവാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യും, കൂടുതലാണെങ്കിലാണ് റിജക്ട് ചെയ്യുക എന്നൊരു ഡൗട്ട് എനിക്കുണ്ട്. പക്ഷെ നിങ്ങളിതിൽ കൊടുത്തിട്ടില്ല. എക്സാമ്പിൾ 2 കൂടെ ഞാൻ നോക്കട്ടെ. 2 കൂടെ നോക്കുമ്പോൾ ചിലപ്പം ക്ലിയർ ആവും. ഇവിടെ റേഷ്യോ കിട്ടിയിരിക്കുന്നത് 6.39 ആണ്. യെസ്, കറക്റ്റ് ആണ്. അടുത്തതിൽ നോക്കുമ്പോൾ കറക്റ്റ് ആണ് കേട്ടോ. അതായത് ഞാൻ ഒന്നുകൂടി തിരുത്തി പറയാണ്, ഒന്നുകൂടി കേൾക്കണേ. അതായത് നമുക്ക് കിട്ടുന്ന ഉത്തരം ഈ ടേബിൾ വാല്യൂവിന്റെ കുറവാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യും, കൂടുതലാണെങ്കിൽ റിജക്ട് ചെയ്യും. അതായത് 3.36 കിട്ടിയാൽ പോലും നമ്മൾ റിജക്ട് ചെയ്യും. ഒന്നുകൂടെ ക്ലിയർ ആക്കി പറയാണ്. ടേബിൾ വാല്യൂ കുറവാണെങ്കിൽ റിജക്ട് പിന്നെ അക്സെപ്റ്റ് ചെയ്യും. നമുക്ക് കിട്ടുന്ന എഫ് റേഷ്യോ ടേബിൾ വാല്യൂവിനെക്കാളും കുറവാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യും, കൂടുതലാണെങ്കിൽ റിജക്ട് ചെയ്യും. ബിക്കോസ് അടുത്ത സമ്മിൽ നോക്കുമ്പോൾ നോക്കിക്കേ, എഫ് റേഷ്യോ കിട്ടിയിരിക്കുന്നത് 6.39 ആണ് കേട്ടോ. Or obtained F ratio is 6.39 is greater than F value at 0.1 level of significance for 3 and 16. Thus, obtained F ratio is significant at 0.1 level of confidence. Therefore, the null hypothesis is rejected at 0.1 level of confidence. അതായത് നമുക്ക് കിട്ടുന്ന വാല്യൂ 0, അതായത് ഏതെങ്കിലും ഒരെണ്ണം എടുക്കാൻ പറ്റുള്ളൂ. അതുകൂടി പറഞ്ഞുതരാം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഈ ലെവൽ എടുക്കാം 0.05, അല്ലെങ്കിൽ നിനക്ക് 0.01 എടുക്കാം. എപ്പോഴും ഞാൻ പറയുന്നത് 0.05 ലെവൽ എടുത്ത് ഏതെങ്കിലും ഒരെണ്ണം ചെക്ക് ചെയ്താണ്. അതായത് 0.05 അല്ലെങ്കിൽ 0.01. എപ്പോഴും ഞാൻ പറയുന്നത് 0.05 എടുത്തു. അപ്പൊ എന്താണ് നമുക്ക് കിട്ടുന്ന എഫ് റേഷ്യോ ടേബിൾ വാല്യൂവിനെക്കാളും കുറവാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യും, കൂടുതലാണെങ്കിൽ റിജക്ട് ചെയ്യും. ഓക്കെ ആണോ? ഇപ്പൊ ക്ലിയർ ആയോ? എങ്ങനെയാണ് ഇന്റർപ്രറ്റ് ചെയ്യാന്നൊക്കെ ഉള്ളത് ക്ലിയർ ആയോ? എല്ലാരും പറഞ്ഞേ. യെസ്. അപ്പൊ ടേബിൾ പ്ലോട്ട് ചെയ്ത ശേഷം നമ്മൾ ആദ്യം കറക്ഷൻ ടേം കണ്ടെത്തും, പിന്നെ സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ടോട്ടൽ, സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് എമംഗ് ദ ഗ്രൂപ്പ്, സം ഓഫ് സ്ക്വയേഴ്സ് വിത്തിൻ ദ ഗ്രൂപ്പ്, പിന്നെ മീൻ സം ഓഫ് സ്ക്വയേഴ്സ് എമംഗ് ദ ഗ്രൂപ്പ്, മീൻ സം ഓഫ് സ്ക്വയേഴ്സ് വിത്തിൻ ദ ഗ്രൂപ്പ്, ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് എഫ് റേഷ്യോ. സ്റ്റെപ്പ് 1, സ്റ്റെപ്പ് 2, സ്റ്റെപ്പ് 3, സ്റ്റെപ്പ് 4, സ്റ്റെപ്പ് 5, സ്റ്റെപ്പ് 6, സ്റ്റെപ്പ് 7. അവസാനം നമ്മള് ഇന്റർപ്രിട്ടേഷൻ കൂടി എഴുതിയാൽ 10 മാർക്ക് ഞാനിതാ നിങ്ങളോട് ഷുവർ ആക്കുകയാണ്. അപ്പൊ ആദ്യം എന്ത് ചെയ്താ, അനോവ എന്താണെന്ന് 2-3 പോയിന്റ്സ് തിയറി ചെയ്താ, അതിനുശേഷം സമ്മ വിശദമായിട്ട് ചെയ്യാ, അവസാനം ഇന്റർപ്രിട്ടേഷൻ ചെയ്താ 10 മാർക്സ് SES. എങ്ങനെ ഉണ്ടായിരുന്നു ഇങ്ങനെ ലൈവായിട്ട് സമ്മ ചെയ്തിട്ട്? എങ്ങനെ ഉണ്ടായിരുന്നു പറഞ്ഞ എല്ലാരും? എനിക്കൊരു റീഇൻഫോഴ്സ്മെന്റ് വേണ്ടേ? ഹലോ. ഏറ്റവും ടഫുള്ള സബ്ജക്റ്റ് ആണ് സ്റ്റാറ്റി. പക്ഷെ ഇങ്ങനെ ലൈവ് ക്ലാസ് ഉണ്ടായതുകൊണ്ട് എനിക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട്. എനിക്ക് ഡിഗ്രി
കുറവ് സ്റ്റാറ്റിയിലായിരുന്നു. ഒന്നും പേടിക്കേണ്ട, ഇതിലെല്ലാ സമ്മും ഇപ്പൊ നമ്മൾ ഫ്രീ ക്ലാസ് ആയിട്ട് നമ്മളിപ്പം ഈ ഒരു സമ്മാണ് വിചാരിക്കുന്നത്. ഇതിലെല്ലാ സമ്മും നമ്മൾ എന്ത് ചെയ്യും, ലൈവായിട്ട് റിവിഷൻ നമ്മുടെ സ്റ്റുഡൻസിന് കൊടുക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ ജോയിൻ ചെയ്യാം ഫോർ സ്റ്റാറ്റി അലോൺ. അത് നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യാം ഈ സ്റ്റഡി പ്ലാൻ അനുസരിച്ച്. ഇപ്പൊ ഈ സ്റ്റഡി പ്ലാനിൽ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മുടെ സ്റ്റുഡൻസിനെ കൊണ്ട് ചെയ്യിപ്പിക്കും, ലൈവായിട്ട് തന്നെ ചെയ്യിപ്പിക്കും. ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ഗ്രൂപ്പിൽ തന്നെ ഡിസ്കസ് ചെയ്ത് ചെയ്തോളാം. അടുത്ത ക്ലാസ്സിൽ നമ്മൾ അടുത്ത സം തന്നെയാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഒരിക്കലും ഞാൻ ഈ പഠിപ്പിച്ചതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പഠിയത്തില്ല. നിങ്ങൾ എത്രത്തോളം പ്രാക്ടീസ് സമ്മ ചെയ്യുന്നു അത്രത്തോളമാണ്. ഇപ്പൊ ഞാനൊരു ഔട്ട്ലൈൻ എനിക്ക് തന്നിട്ടുണ്ട്. അതായത് 7 സ്റ്റെപ്പാണുള്ളത്. കറക്ഷൻ ടേം കണ്ടെത്തണം, ടോട്ടൽ കണ്ടെത്തണം, വിത്തിൻ ഗ്രൂപ്പ്, എമംഗ് ഗ്രൂപ്പ് ഒക്കെ. അപ്പൊ അത് നിങ്ങൾക്ക് ഒന്ന് പതിഞ്ഞു കഴിഞ്ഞാൽ ഓരോന്നും ചെയ്തായിരിക്കും നിങ്ങൾക്ക് തറവായിട്ട് മാറും. ഓക്കെ ആണല്ലോ? ഓക്കെ ആണല്ലോ? അപ്പോ ക്ലാസ് ഫസ്റ്റ് പ്രൊഡക്റ്റീവ് ആൻഡ് ഇൻഫോർമേറ്റീവ് അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് സെഷനുമായിട്ട് എല്ലാ സബ്ജക്റ്റിന്റെയും ഒരു ലൈഫ് റിവിഷൻ ക്ലാസ് ഫ്രീ ആയിട്ട് തരാൻ വേണ്ടി ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ റിവിഷൻ റെഗുലർ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യും. നമ്മളിപ്പോ തന്നെ റെഗുലർ ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. മെയിൻ ആയിട്ടും ഈ ഒരു മാസം കൊണ്ട് നിങ്ങൾക്ക് പാസ്സാവാനുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചു തരാം എന്നുള്ളതാണ് ഉദ്ദേശം. ചോദിക്കട്ടെ? ഓ ഡൗട്ട് ചോദിക്കാൻ വേണ്ടിട്ടായിരുന്നു. എന്തായിരുന്നു? അതെ, സ്റ്റാർട്ട് ഒരു ഐഡിയ ഇല്ല. അപ്പൊ കുറച്ച് ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ മാമിന്റെ ക്ലാസ്സില് മാം പറഞ്ഞത് ക്ലാസ് ഒക്കെ എടുത്ത് നല്ല ഓക്കെയാണ് എനിക്ക്. പക്ഷെ കുറച്ച് ഒരു ഐഡിയ ഇല്ല സ്റ്റാറ്റിയുടെ ഐഡിയ പറയുന്ന ഒരു 3 ക്ലാസ്സസ് ഉണ്ട്, ഞാൻ ഇട്ടുതരാം. എന്താണ് സ്റ്റാറ്റി എന്നൊക്കെ പറയുന്ന ഐഡിയ ക്ലാസ്സസ് ഉണ്ട്, ഞാൻ ഇട്ടുതരാം. അതുപോലെ ഫസ്റ്റ് ലെസന്റെ ക്ലാസ് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്, അതും ഇട്ട്. ഓക്കെ ആണല്ലോ? എന്തിനാണ് നമ്മൾ സ്റ്റാറ്റി പഠി, ഡിഗ്രിക്കാരുടെ ക്ലാസ്സിലാണ് ഞാൻ എന്തിനാണ് നമ്മൾ സ്റ്റാറ്റി പഠി, കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്തിനാണ് സ്റ്റാറ്റി നമ്മൾ പഠിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് 1-2 ബേസിക് ക്ലാസ്സസ് ഞാൻ ഇപ്പൊ തന്നെ ഗ്രൂപ്പിൽ ഇട്ടുതരാം. ഓക്കെ ആണോ? താങ്ക് യു. അപ്പൊ ഹോപ്പ് ദ ക്ലാസ് വാസ് പ്രൊഡക്റ്റീവ് ആൻഡ് ഇൻഫോർമേറ്റീവ്. അടുത്തൊരു സെഷനുമായി നമ്മൾ വീണ്ടും കാണും. അതുവരെ ഇറ്റ്സ് മീ അബ്ദുൽ ഹഫീസ് സൈനിങ് ഓഫ്. മാക്സിമം നിങ്ങൾ എന്റെ ക്ലാസ് ഒക്കെ ഷെയർ ചെയ്യുക, അറിയാത്ത കുട്ടികളിലേക്ക് എത്തിക്കുക. സെക്കൻഡ് ഇയറിന്റെ ക്ലാസ്സസ് ഒക്കെ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് കൗൺസിലിംഗിന്റെയും ക്ലിനിക്കലിന്റെ ക്ലാസ്സസ് ഒക്കെ ജൂലൈ ആകുമ്പോൾ തുടങ്ങുന്നുണ്ട്. നിങ്ങൾക്ക് ഏറ്റവും അധികം നിങ്ങളൊരു സൈക്കോളജിസ്റ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു അറ്റ്ലീസ്റ്റ് ഒരു PG സൈക്കോളജി ലെവലിലേക്ക് നിങ്ങൾ എത്താൻ നിങ്ങൾ എപ്പോഴും ഒരു പ്രാക്ടീസിങ് സൈക്കോളജിസ്റ്റിനെ കൂടെ പഠിക്കാം. അതുപോലെ സെക്കൻഡ് ഇയറിലെ ഇന്റേൺഷിപ്പ് എല്ലാം നമ്മുടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക്. അപ്പോ ഒത്തിരി ഫ്രീ ക്ലാസ്സസ് വരുന്നുണ്ട്, എല്ലാം മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യാം. വീണ്ടും കാണാം. ബൈ. ആണോ? അങ്ങനെയാണെങ്കിൽ ആപ്പിൽ ഉണ്ടാവട്ടെ, ബേസിക് ക്ലാസ് ഞാൻ ഇട്ടുതരാം. ഒട്ടും സ്റ്റാറ്റി അറിയാത്തവർക്ക് ബേസിക് ക്ലാസ് ഞാൻ ഇട്ടുതരാം കേട്ടോ. ശരി.